അനുവിനെ പറ്റി പറയുകയാണെങ്കിൽ അനു ഭയങ്കര വൈബാണ്, ആൾ അടിപൊളിയാണ്. പുറമെ കാണുമ്പോൾ കുറച്ച് ഹാർഷായിട്ട് തോന്നുമെങ്കിലും അവൻ്റെ വൈബ് വേറൊരു ലെവലാണ്. അവൻ വീട്ടിലുണ്ടെങ്കിൽ ഭയങ്കര രസമാണ്. ആളിങ്ങനെ തെറിച്ചെറിച്ചൊക്കെ നടക്കും. അപ്പം നമുക്ക് തോന്നും ആളിത്തിരി വശവശക്കാ അങ്ങനെയൊക്കെ. പക്ഷെ വെറും പാവാ. എനിവേ എൽസബത്തിനെ പൊന്നു പോലെ നോക്കും, അത് ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട്. സോ ഞങ്ങൾ രണ്ടുപേർക്കും നല്ല അടിപൊളി ജീവിതം ആശംസിക്കുന്നു. കണ്ടത് 2012-14 ആൾക്ക് ഇൻസ്റ്റാഗ്രാമില്ല, ഫേസ്ബുക്കില്ല, അങ്ങനെ ഒന്നുമില്ലാത്തൊരു ഇപ്പം കണ്ടില്ലേ, ഒരു ഇൻട്രോവേർട്ട് സാധനമാണ്. പക്ഷേ ഈ 10-12 വർഷത്തിൽ നോ ഡെയിലി കോൾസ്, നോ ഡെയിലി ചാറ്റ്സ്, നോ ഇൻസ്റ്റാഗ്രാം, നോ വാട്സപ്പ്, അങ്ങനെയൊക്കെ വന്നിട്ട് നേരിൽ കണ്ടാലും ഇതേപോലെയൊക്കെ തന്നെ ഒരു എന്താ പറയുന്നത്, ഒരു ഓളമാണ്. സമയം പോകുന്ന അറിയില്ല. പിന്നെ വേറെ ആരെങ്കിലും ആണ് അടുത്ത് വന്നിരുന്നു കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് ഇപ്പം നമ്മളുടെ ആരെങ്കിലും കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോൺ എടുത്ത് ഇങ്ങനെ റീൽസ് ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുമായിരിക്കും. പക്ഷെ ആൾക്ക് അങ്ങനെ സോഷ്യൽ മീഡിയയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് ആൾ മാക്സിമം കൂടെ ഉള്ളവരുമായിട്ട് എൻഗേജ്ഡ് ആവുന്നത്. സംസാരിച്ച് ചിലർക്കത് വെറുപ്പീരായിരിക്കും. പക്ഷേ എനിക്കത് വെറുപ്പീരായിട്ടല്ല, എനിക്കത് ലൈഫ് ലോങ് കിട്ടിയാൽ കൊള്ളാമെന്നൊരു ആഗ്രഹം തോന്നി. ിക്കോട്ടെ ഇന്ന് വിവാഹിതരായ അനുക്കുട്ടനും എലിസബത്തിനും ഞങ്ങളുടെ വക ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. അനുവിനും ഞങ്ങളുടെ ഫാമിലിയിലെ പുതിയ ചേച്ചിക്കും ഞങ്ങളുടെ വിഷ് ഹാപ്പി മാരീഡ് ലൈഫ്. ഈ ബിഗ് ഡേയിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അവൻ്റെ കൂടെ ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നതിലും. ഞങ്ങളുടെ ഒരു ഡ്രീം ഡേ ആയിരുന്നു ഇന്ന്. അവൻ്റെ കല്യാണം എന്ന് പറയുന്നത് അടിച്ചു പൊളിക്കണം എന്ന് ഞങ്ങൾ എപ്പോഴും പറയുമായിരുന്നു. ഞങ്ങൾക്ക് ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ വളരെയധികം പ്രത്യേകതയുള്ളതാണ്. ഞങ്ങളുടെ ഒരേ ഒരു പെങ്ങളാണ്. 2 വർഷമായി ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം അവൾ എൻ്റെ സ്വന്തം അനിയത്തിനെ പോലെയാണ്. അവൾക്ക് എൻ്റെ എല്ലാ വിശ്വാസവും ഉണ്ട്. അവൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും കിട്ടട്ടെ. ഓൾ ദ ബെസ്റ്റ്.
ചെക്കനും പെണ്ണിനും മധുരം കൊടുക്കട്ടെ. ചേച്ചിയും ചേട്ടായിക്ക് ഹാപ്പി മാരീഡ് ലൈഫ്.